ഹായ് ഓൾ, എല്ലാവർക്കും CCയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജിത. അപ്പോൾ നമുക്ക് ജാനുവരി 21 വിളിക്കാൻ പോകുന്ന ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്ന വെറും 10th ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് ഏറ്റവും വലിയ സുവർണാവസരമാണ് ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത്. എത്രയോ അധികം ആളുകൾ കാത്തിരിക്കുന്ന ഒരു എക്സാമാണ്. കാരണം സെൻട്രൽ ഗവൺമെൻറ് ജോലി, ഒരു റെയിൽവേയിലെ ഒരു ജോലി സ്വന്തമാക്കുക എന്ന് പറയുന്നത് 10th ക്വാളിഫിക്കേഷനുള്ള ഒരാളെ സംബന്ധിച്ചോളം വളരെ വലിയൊരു സ്വപ്നമാണ് അല്ലേ. അപ്പോൾ ആ ഒരു സ്വപ്നത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സാം ആണ് ഗ്രൂപ്പ് ഡി എക്സാം. ഇപ്പൊ ഈ ഗ്രൂപ്പ് ഡി എക്സാമിൽ സയൻസ് എന്ന് പറയുന്ന വിഷയത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ എക്സാമിന്റെ ഒരു രീതി എന്ന് വെച്ചാൽ ആദ്യം സ്റ്റേജ് 1 ആണ്, ഒരു CBT എക്സാം ഉണ്ടാവും. പിന്നീട് സ്റ്റേജ് 2 നമുക്കൊരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും അല്ലെ. സ്റ്റേജ് 3 ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഒരു എക്സാം പോകുന്നത്. ആൻഡ് ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത, എന്തൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത്? ജനറൽ സയൻസ് വരുന്നുണ്ട് അല്ലെ. ജനറൽ സയൻസ് വരുന്നുണ്ട്. നോക്കിക്കേ, 25 ക്വസ്റ്റ്യൻസ് ആണ്, 25 മാർക്സ് ആണ് വരുന്നത്. 25 മാർക്സ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് അല്ലെ സയൻസ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്നു മാത്തമാറ്റിക്സ്, സെയിം തന്നെയാണ്, 25 ആണ്. നമ്മുടെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് പ്രധാനപ്പെട്ടതാണ്, 30 മാർക്ക്. ആൻഡ് GK നമുക്ക് വരുന്നു 20. അപ്പൊ ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ജനറൽ സയൻസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ വളരെ വാസ്റ്റ് ആയി കിടക്കുന്ന, വൈഡായി കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് ജനറൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ജനറൽ സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ കൃത്യമായി ഫോക്കസ് ചെയ്യേണ്ട 15 ടോപ്പിക്, 15 കോർ ടോപ്പിക്സ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഞാനിവിടെ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആ 15 ടോപ്പിക്സിനപ്പുറം വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. അപ്പം അത്രയും പ്രധാനപ്പെട്ട 15 കോർ ടോപ്പിക്സ്, ഈ ടോപ്പിക്കുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിക്കൊണ്ട് പോയാലും നിങ്ങൾക്ക് എന്താണ് ഗ്രൂപ്പ് ഡിയിലെ 25 ഔട്ട് ഓഫ് 25 എന്ന് പറയുന്ന സ്കോറിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ 15 കോർ ടോപ്പിക്സ് സയൻസിലെ എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നോക്കിയ ഫിസിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്ന മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ. ഇതെന്താണ്? നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, എല്ലാ ഭാഗത്തും ഈ പറയുന്ന എല്ലാ ടോപ്പിക്കുകളുടെയും യൂണിറ്റുകൾ കൃത്യമായി ഓർത്തിരിക്കുക. SI യൂണിറ്റ് കൃത്യമായി ഓർത്തിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ് യൂണിറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് മോഷൻസ്, നമ്മുടെ സർക്കുലാർ മോഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ ലീനിയർ ഉണ്ട്. അങ്ങനെ പല ടൈപ്സ് ഓഫ് മോഷൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. രണ്ടാമതാണ് വർക്ക്, പവർ, എനർജി. ഈ 3 SI യൂണിറ്റ്സ് ഓർത്തിരിക്കുക. കൺസർവേഷൻ ലോസ് ഓർത്തിരിക്കണം. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യൂണിറ്റുകളും നിങ്ങൾ ഓർത്ത് വയ്ക്കുക തന്നെ വേണം. അടുത്ത നോക്കിയേ, ഫോഴ്സ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന ഭാഗമാണ്. രണ്ടിൻ്റെയും യൂണിറ്റ്സ് ഓർത്ത് വെക്കണം. പിന്നെ ഇനേർഷ്യ. ഇനേർഷ്യ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഫ്രിക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്, അതേപോലെ തന്നെ ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ, ബോയൻസി ഒക്കെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക തന്നെ വേണം. അടുത്തത് ഇലക്ട്രിസിറ്റി ആൻഡ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ കൃത്യമായി ചാർജ് എന്താണ്, എല്ലാത്തിൻ്റെയും യൂണിറ്റ് എന്താണ്, കണ്ടക്ടേഴ്സ് എന്താണ്, ഇൻസുലേറ്റേഴ്സ് എന്താണ്, സെമി കണ്ടക്ടേഴ്സ് എന്താണ്, അതിൻ്റെ എല്ലാത്തിൻ്റെയും എക്സാമ്പിൾ സഹിതം നിങ്ങൾ ഓർത്ത് വെക്കണം. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ലൈറ്റ് എന്ന് പറയുന്നത്. ലൈറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം കൃത്യമായി ഓർത്തിരിക്കുക. വേവ് ലെങ്തുകൾ ഓർത്തിരിക്കണം. അതേപോലെ നിങ്ങൾ ലെൻസ് എന്ന് പറയുന്ന ഭാഗം, മിറർ എന്ന് പറയുന്ന ഭാഗം, ലൈറ്റിന്റെ തന്നെ ഡിഫ്രാക്ഷൻ, റിഫ്രാക്ഷൻ, അതേപോലെ തന്നെ സ്കാറ്ററിങ്, ഇതെല്ലാം കൃത്യമായി നോക്കി വെക്കേണ്ട ഒരു ഭാഗമാണ് ലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് പിന്നെ മാഗ്നറ്റിസം ആൻഡ്
ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഭാഗത്ത് ഈസ്റ്റേർഡ്സ് ലോ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. സോളിനോയിഡ്സ്, ടൈപ്സ്, അത് കൃത്യമായി ഓർക്കണം. അതേപോലെ തന്നെ എന്താണ് എല്ലാത്തിൻ്റെയും പറയുന്ന യൂണിറ്റ്സ്, നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ടല്ലോ, ആ ഭാഗത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ഓർക്കണം. പിന്നെ വരുന്നത് ആസിഡ്, ബേസ്, സോൾട്ട് എന്ന് പറയുന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് എന്താ വരുന്നത്? അടുത്തത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ഭാഗം. ഇവിടെ കൃത്യമായി നിങ്ങൾ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നതിന് പ്രാധാന്യം കൊടുത്ത് ഓരോ ഭാഗങ്ങളിലും എന്തൊക്കെയാണ് വരുന്നത്, ഏതൊക്കെയാണ് മെറ്റൽസ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്, ഏതൊക്കെയാണ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്, ഏതൊക്കെയാണ് ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറയുന്നത്, ഏതൊക്കെയാണ് നമ്മുടെ ഇനേർട്ട് ഗ്യാസസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് വരുന്നത് ഏത് ഭാഗത്താണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി ഓർത്ത് വെക്കേണ്ട ഒരു ഭാഗമാണ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, നമ്മുടെ കമ്പഷൻ ആൻഡ് ഫ്ലെയിം എന്ന് പറയുന്ന ഭാഗത്താണ് നിങ്ങൾ എന്ത് ഓർക്കേണ്ടത്? ഫ്യൂവൽസിൻ്റെ ഒക്കെ എന്താണ് കാലോറിഫിക് വാല്യൂ ഓർത്ത് വെക്കേണ്ട ഭാഗമാണ് എന്ത്? കമ്പഷൻ ആൻഡ് ഫ്ലെയിംസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഫോസിൽ ഫ്യൂവൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ആ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ബയോളജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്ന ടോപ്പിക്സ് ആണ് ഇനി നമ്മൾ ഇത്രയും ഭാഗത്ത് നോക്കുന്നത്. നോക്കിക്കേ, സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. സെൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു സെല്ലിനകത്ത് ഉണ്ടാവുന്ന കമ്പണൻസ് എന്തൊക്കെയാണ്, സെല്ലിനകത്ത് നടക്കുന്ന പ്രക്രിയകൾ എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി ഓർത്തിരിക്കുക. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിലുള്ള വ്യത്യാസം, അത് കൃത്യമായി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു വരുന്നതാണ്. അത് കൃത്യമായി ഓർത്ത് വെക്കുക. പിന്നെ എന്താണ്, ഹ്യൂമൻ സിസ്റ്റംസ് എന്ന ഒരു ടോപ്പിക് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും. വളരെ വലിയൊരു ടോപ്പിക്കാണ് അല്ലേ. അതിൻ്റെ അകത്താണ് നമ്മുടെ റീപ്രൊഡക്ഷൻ, എക്സ്ക്രീഷൻ, ഡൈജഷൻ, റെസ്പിറേഷൻ, സർക്കുലേഷൻ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരിയധികം ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഹ്യൂമൻ സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ഒന്നും നോക്കാൻ പറ്റിയില്ലെങ്കിലും കൃത്യമായി നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട ചില ഭാഗങ്ങളുണ്ട്, ചില ഹ്യൂമൻ ഓർഗൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഹാർട്ട് കൃത്യമായി നോക്കിയിട്ട് പോകണം. ഹാർട്ടിൻ്റെ ഓരോ ഭാഗങ്ങളും അല്ലെങ്കിൽ ബ്ലഡ് ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്ക് ഏതൊക്കെ ഭാഗം വഴിയാണ് പോകുന്നത്, അവിടേക്ക് വരുന്ന ആർട്ടറീസ്, വെയിൻസ്, വാൽവുകൾ ഏതൊക്കെയാണ്, ഇത് കൃത്യമായി ചോദിച്ചു വരുന്നതാണ്, ഓർത്ത് വെക്കണം. പിന്നെ എന്താണ്, ബ്ലഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബ്ലഡിലെ സെല്ലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, RBC, WBC, പ്ലേറ്റ്ലെറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. പിന്നെ എന്താണ്, ബ്രെയിൻ എന്ന് പറയുന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്രെയിനിൻ്റെ ഓരോ ഭാഗവും, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ, സെറിബ്രം, സെറിബെല്ലം അല്ലേ. അപ്പോൾ ഈ രീതിയിൽ ഓരോ ബ്രെയിനിൻ്റെ ഭാഗങ്ങളും എന്തൊക്കെ ഫങ്ഷനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, സ്പീച്ചിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം ഏത്, റൈറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം ഏത്, ഹാർട്ട് ബീറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം ഏത്, ശ്വസനത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം ഏത്, എല്ലാത്തിനും ബ്രെയിനിന് അതിൻ്റേതായിട്ടുള്ള ഭാഗങ്ങളുണ്ട് അല്ലേ. സെൻസ് ഓർഗൻസിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ വന്നു ചേരുന്ന ഭാഗം ഏത്. അപ്പൊ അങ്ങനെ കൃത്യമായി ബ്രെയിനിന്റെ ഓരോ ഭാഗങ്ങളെയും എടുത്തു വെച്ച് നോക്കുക തന്നെ വേണം. പിന്നെ അടുത്തതാണ് എന്ത്, സ്കിൻ എന്ന് പറയുന്ന ഭാഗം. സ്കിന്നും കൃത്യമായി തന്നെ ഓർത്ത് വെക്കണം. പിന്നെ എന്താണ്, പിന്നെ നിങ്ങൾ എക്സ്ക്രീഷനുമായി ബന്ധപ്പെട്ട് കിഡ്നിയുടെ സ്ട്രക്ചർ ഒന്ന് നോക്കി വെക്കണം. കിഡ്നിയുടെ സ്ട്രക്ചർ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഒന്നാണ് ന്യൂറോണുകളുടെ സ്ട്രക്ചർ. ന്യൂറോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഹ്യൂമൻ സിസ്റ്റംസ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ നോക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എല്ലാം ഒന്നും നോക്കിയില്ലെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് പോകണം. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. അടുത്ത് നോക്കിയേ, ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ആനിമൽസിൻ്റെ ഡൈജഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോഷകങ്ങൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആനിമൽസിലും, പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ ഈ സൈലം, ഫ്ലോയം പോലുള്ള വാസ്കുലാർ ടിഷ്യൂസിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കിയിരിക്കേണ്ട ഒരു ഭാഗമാണിത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ഥിരം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത് അല്ലേ. ഫാറ്റ് സൊല്യൂബിളും വാട്ടർ സൊല്യൂബിളും ആയിട്ടുള്ള രണ്ട് കാറ്റഗറി ആയിട്ട് നമ്മൾ വൈറ്റമിൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഈ വൈറ്റമിൻസ് ഓരോന്നും എടുത്തിട്ട് അതിൻ്റെ രാസനാമം കൃത്യമായി ചോദിക്കുന്നതാണ്. കെമിക്കൽ നെയിം, രാസനാമം ഓരോ വൈറ്റമിനും എടുത്ത്, വൈറ്റമിൻ എ റെറ്റിനോള് അല്ലെ, അങ്ങനെ ഓരോ വൈറ്റമിനും എടുത്ത്, വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ അല്ലെ, അങ്ങനെ ഓരോ വൈറ്റമിനും എടുത്ത് രാസനാമം ഫസ്റ്റ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രം മതി ആ വൈറ്റമിൻ്റെ റോള് പഠിക്കേണ്ടത്. ഫസ്റ്റ് രാസനാമം പഠിക്കുക. ഓക്കെ, അതിനുശേഷം
അതിനുശേഷം ഓരോ വൈറ്റമിൻ്റെയും ധർമ്മം എന്താണ്, ആ വൈറ്റമിൻ ഇല്ല എങ്കിൽ എന്ത് അസുഖമാണ് വരുന്നത്, അപ്പോൾ ഡെഫിഷ്യൻസി ഡിസീസ് കൃത്യമായി പഠിച്ച് തന്നെ വയ്ക്കണം. ഓക്കെ, ആൻഡ് ഓരോ വൈറ്റമിൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങളുണ്ടല്ലോ അത് കൃത്യമായി ഓർത്തിരിക്കുക. ഓക്കെ, ആൻഡ് ഓരോ വൈറ്റമിനുകൾക്കും ഓരോ വിളിപ്പേരുകളുണ്ട്. ഫോർ എക്സാമ്പിൾ വൈറ്റമിൻ ഡി എടുത്തു കഴിഞ്ഞാൽ സൺഷൈൻ വൈറ്റമിൻ എന്നാണ് വിളിക്കുന്നത് അല്ലെ. വൈറ്റമിൻ ഇ എടുത്തു കഴിഞ്ഞാൽ എന്താ സ്റ്റെറിലിറ്റി അല്ലെങ്കിൽ എന്താ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായി ബന്ധപ്പെട്ട വൈറ്റമിൻ എന്ന് വിളിക്കാറുണ്ട്. വൈറ്റമിൻ കെ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിങ്ങുമായി ബന്ധപ്പെട്ട വൈറ്റമിൻ ആണെന്ന് പറയാറുണ്ട്. വൈറ്റമിൻ എ എന്ന് പറയുന്നത് എന്താണ്, ഐസൈറ്റുമായിട്ട് ബന്ധപ്പെട്ട വൈറ്റമിനാന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഓരോ വൈറ്റമിനുകൾക്കും ഓരോ പ്രത്യേകതയുണ്ട്, ഒരു ട്രേഡ് മാർക്കുണ്ട്. അതെന്താണെന്ന് ഓർത്ത് വെക്കുക, പ്രധാനപ്പെട്ടതാണ്. അടുത്തത് എൻവയൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ. എൻവയൺമെൻറ്റിനെ പൊല്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെയാണ് ഗ്യാസസ് വരുന്നത്, അതുമായി ബന്ധപ്പെട്ട് വന്ന ആക്റ്റുകളും ലോസും റൂൾസും ഒക്കെ ഉണ്ടാവുള്ള ക്യോട്ടോ പ്രോട്ടോകോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൃത്യമായി നോക്കിയിരിക്കേണ്ട ഭാഗമാണിത്. പിന്നെ ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ, ഈ ഭാഗത്ത് നമ്മൾ ജീനുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, DNA, RNA, ജീന്, ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഓർത്ത് വെക്കണം. പിന്നെ എവല്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് തീർച്ചയായിട്ടും ഹ്യൂമൻ എവല്യൂഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ, പിന്നെ ഓരോ സയൻറ്റിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ലാമാർക്ക്, ഡാർവിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ അല്ലേ. അതൊക്കെ വരുന്നൊരു ഭാഗമാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി നോക്കി പോവുകയാണ് എന്നുണ്ടെങ്കിൽ വെറും 15 ടോപ്പിക്സ് മാത്രമേ പറയുന്നുള്ളൂ. ഈ 15 ടോപ്പിക്സ് കൃത്യമായി നോക്കി പോവുകയാണെങ്കിൽ പിന്നെ സയൻസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും വരേണ്ട ആവശ്യമേ വരുന്നില്ല. നിങ്ങൾക്ക് ആ 25 മാർക്സ് കിട്ടുക തന്നെ ചെയ്യും. ആൻഡ് 25 മാർക്സ് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രയോ റാങ്കിന് മുന്നിലേക്കാണ് വരാൻ പോകുന്നത്, എത്രയോ കുട്ടികൾ പിന്തള്ളി എത്രയോ പേരുടെ മുന്നിലേക്കാണ് നിങ്ങളുടെ സ്ഥാനം വരാൻ പോകുന്നത് എന്ന് ഓർക്കും. അപ്പോൾ സയൻസിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാമിൽ സയൻസിൻ്റെ പ്രാധാന്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള കോർ ആയിട്ടുള്ള 15 ടോപ്പിക്സ് നോക്കാതെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യരുത്. ജാനുവരി 21 നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണമല്ലോ, ചെയ്യണം. അപ്പോൾ ആ ഒരു രീതി നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഈ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ ഇത്രയും ടോപ്പിക്കുകൾ നമുക്ക് നോക്കി തീർക്കാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ RRB ഗ്രൂപ്പ് ഡിയുടെ ഒരു ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഡെയിലി ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് വരുന്നുണ്ട്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, വീക്ക്ലി എക്സാംസ്, PDF നോട്ട്സ് വരുന്നുണ്ട്, മെന്റർഷിപ്പ് വരുന്നുണ്ട്, റെക്കോർഡഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, മോക്ക് എക്സാംസ്, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന നിങ്ങളുടെ അടുത്ത ഗ്രൂപ്പ് ഡി എക്സാമിന് നിങ്ങളെ ക്വാളിഫൈ ചെയ്യിച്ച് ഒരു റെയിൽവേ ജോലി സ്വന്തമാക്കാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ബാച്ചാണ്. ഈ ബാച്ചിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് വിളിക്കുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. മറ്റൊരു കണ്ടന്റുമായി വീണ്ടും കാണാം. താങ്ക് യു.